നമസ്കാരം ഹരികുമാർ സാർ. നമസ്തേ സാർ, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിചാരിക്കാത്ത ഒരു വലിയ നേട്ടം ഈ തദ്ദേശ ഇലക്ഷനിൽ ലഭിച്ചു. അത് വളരെ സത്യമാണ്. എന്നാൽ അതിൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് കിട്ടിയ വിഷയത്തെക്കുറിച്ച് നാം ഇന്നലെ സംസാരിച്ച പോലെ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്ത്യൻ വോട്ട്. ന്യൂനപക്ഷ വോട്ടിൽ ക്രിസ്ത്യൻ വോട്ട്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അത് കോൺഗ്രസിന് കിട്ടിയോ, അത് എത്രത്തോളം അത് കിട്ടിയെങ്കിൽ അത് എങ്ങനെ, ഇനി വരുന്ന സമകാലിക പൊളിറ്റിക്സിൽ എത്രത്തോളം കോൺഗ്രസ്സിന് ഇനി ക്രിസ്ത്യൻ വോട്ട് കോട്ടയത്ത്, എസ്പെഷ്യലി കോട്ടയം, ചങ്ങനാശ്ശേരി ഇങ്ങനെയുള്ള മധ്യ കേരളത്തിൽ കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം, ഇടുക്കി, അതുപോലെ പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ ക്രിസ്ത്യൻ വോട്ടിങ്ങിൽ BJPക്ക് അനുകൂലമായ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് BJP നേതാക്കന്മാർ പറയുന്നത്. തങ്ങളുടെ വാദത്തെ സാധൂകരിക്കാനായിട്ട് അവർ ചില കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും തീർത്തും കള്ള അവർ പറയില്ല. മാത്രവുമല്ല, നമുക്ക് പല കോട്ടയം ജില്ലയിലെയൊക്കെ പല മുനിസിപ്പാലിറ്റികളുടെയും റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. എന്തായാലും ശരി, ഇടതുമുന്നണിക്ക് മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടും നഷ്ടപ്പെട്ടതായിട്ടാണ് ഈ ഇലക്ഷൻ്റെ ഫലം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ വരും. ഈ ജോസ് കെ മാണിയുടെ സാന്നിധ്യം, ഇടതുമുന്നണിയിൽ ജോസ് കെ മാണിക്കുള്ള സാന്നിധ്യം പാലായിലോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പക്ഷം പാലായിലെങ്കിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുമുന്നണിയെ സഹായിക്കട്ടായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടില്ല. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒന്നും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ്റെ ഫലം സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത ഒരു ചോദ്യം വരുന്നുണ്ട്, ഈ ജോസ് കെ മാണി ഇനി എങ്ങോട്ട് പോകും? ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തന്നെ തുടരാൻ ഇനി ജോസ് കെ മാണിക്ക് താല്പര്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ സ്വാഭാവികമായ ഇരിപ്പിടമല്ല. സർ, ക്രിസ്ത്യൻ സഭയ്ക്കും താല്പര്യമില്ല ജോസ് കെ മാണി LDFനൊപ്പം നിൽക്കുന്നതിൽ. തീർച്ചയായിട്ടും അതൊരു വീർപ്പുമുട്ടലോടായിരിക്കും ഇടതുമുന്നണിയിൽ ഈ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ നിൽക്കുന്നത്. പക്ഷെ തിരിച്ച് അപ്പുറത്തോട്ട് UDFൽ കയറാൻ ജോസഫ് അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കുമെന്ന് തോന്നില്ല. കാരണം ഈ കഷ്ടകാലം മുഴുവൻ ജോസഫിനെ അപ്പുറത്ത് തള്ളിയിട്ട് നല്ല കാലം വരുമ്പോൾ അതിൻ്റെ ഒരു വീതം എടുക്കാനായിട്ട് ജോസ് കെ മാണി വന്നാൽ ജോസഫ് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ പ്രതിസന്ധികൾ അത് അവിടെ ഉണ്ടാക്കും. തൽക്കാലം കുഞ്ഞുമാണിക്ക് അത് അത്ര എളുപ്പമാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പാലായിൽ ഇദ്ദേഹത്തിന് എന്താണ് പറയൂ സാർ. അല്ല, എന്താണ് സ്റ്റേറ്റ്മെന്റ്? പുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്ന് സാർ, അദ്ദേഹം പറഞ്ഞത് UDF കൺവീനർ തമാശ പറഞ്ഞതായിരിക്കും. സ്വർണ്ണക്കൊള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ജോസ് കെ മാണി എന്താണ് നിശബ്ദനായത്? അതൊരു തമാശയാണ്, അദ്ദേഹം വരേണ്ട കാര്യമില്ല. അത് ഒരാള്. പിന്നെ മോൻസ് ജോസഫ് പറഞ്ഞത് തോറ്റ് തുന്നം പാടിയിട്ട് ഇവിടെ ആർക്ക് വേണം ഇവരെ എന്നാണ് ചോദിച്ചത് UDFലേക്ക്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ചില ഭാഗങ്ങളിൽ നിന്ന് മറ്റൊരു അഭിപ്രായ പ്രകടനം നടക്കുന്ന ഒടുവില് ജോസ് കെ മാണിക്ക് BJPയുടെ സഖ്യകക്ഷിയായിട്ട് NDA മുന്നണിയിൽ അംഗത്വം എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക എന്നും ചിലയിടങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് നമുക്ക് അങ്ങനെ ജോസ് കെ മാണി പോകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഈരാറ്റുപേട്ട, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാ. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തില് BJP ഒറ്റ കക്ഷിയായി, ഏറ്റവും വലിയ പൂഞ്ഞാർ. അവിടെയൊക്കെ ഇത് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന ഈരാറ്റുപേട്ടയിലെ 14 വാർഡുകളിൽ 1000 മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 1000 വോട്ടുകൾ അധികം അവർ നേടിയിട്ടുണ്ട്. ഈ ചില വാർഡുകളൊക്കെ വെറും 100 വോട്ടിൽ കുറഞ്ഞ വോട്ടുകൾക്കാണ് തോറ്റതെന്നാണ് BJPയുടെ ഒരു വിശദീകരണം വരുന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 2 സീറ്റ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ പാലായിലും ഈരാറ്റുപേട്ടയിലുമൊക്കെ BJPയുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിച്ചു എന്നുമാണ് പല വാർത്തകളും സൂചിപ്പിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, PJ ജോസഫിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP ആണ് വന്നിരിക്കുന്നത്, ഇടതുമുന്നണി അല്ല. അവിടെ UDF ജയിച്ചെങ്കിലും
ഈ BJPക്കാണ് മുഖ്യ പ്രതിപക്ഷ സ്ഥാനം. അതുപോലെ തന്നെ ഈ ഇന്ന് ഷോൺ ജോർജിന്റെ ഒരു പിന്നെ അഭിപ്രായം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കോട്ടയം ജില്ലയിലെ പല പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് തലനാട്, പൂഞ്ഞാറ്, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, ഇവിടെയൊക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ പലതിലും 10,000 വോട്ടൊക്കെ നേടിയിട്ടുണ്ട് BJP. പണ്ടൊക്കെ 2,000 വോട്ടിൽ കൂടുതൽ BJPക്ക് നേടുന്ന സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു എന്നാണ്. പിന്നെ നമ്മൾ പലയിടത്തുമുള്ള പൊതുവെ ഉള്ള ഫലം ഒന്ന് എടുത്തു നോക്കിയാൽ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മുനിസിപ്പാലിറ്റിയിൽ BJP സാന്നിധ്യം വന്നു. തിരുവല്ലയിൽ എനിക്ക് തോന്നുന്നു BJP മുഖ്യ പ്രതിപക്ഷമായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ഞാൻ പിന്നെ പരിശോധിച്ചില്ല. പക്ഷേ വലിയ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളത് 100% സത്യമാണ്. പിന്നെ എന്തിന് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ തന്നെ നോക്കിയാൽ തീർച്ചയായിട്ടും പല വാർഡുകളിലും വട്ടിയൂർക്കാവിൽ ഈ സവർണ ക്രിസ്ത്യാനികളുടെ, അതായത് സിറിയൻ BJP മുന്നേറ്റത്തിൽ സവർണ ക്രിസ്ത്യാനികളുടെ ഒരു ചെറിയ ശതമാനം വോട്ടും BJPക്ക് കിട്ടിയിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. സാറ് പറയുന്നത് കറക്റ്റാണ്. കാര്യം ഞാൻ താമസിക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് മുളവന എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കുറേ ഈ സാറ് പറഞ്ഞ പത്തനംതിട്ടക്കാരായിട്ടുള്ള അച്ചായന്മാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു താമരയ്ക്കൊക്കെ കുത്തിയ ലക്ഷണമാണ് കാണാനുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഊഹത്തില് വലിയൊരു കുത്തൊഴുക്കൊന്നും BJPയിലേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു 10%, ഒരു 8%, 10% ആൾക്കാർ, വോട്ടർമാര് BJPക്ക് വോട്ട് ചെയ്ത ചില ഇടങ്ങളിലെങ്കിലും വോട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു കണക്കുകൾ വെച്ചിട്ട്. കാരണം ആ മുന്നേറ്റം അതിനെയാണ് സൂചിപ്പിക്കുക. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നല്ല വോട്ട് കിട്ടിയിരുന്നു. അപ്പൊ അത് അസംഭവ്യമൊന്നുമല്ല. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് കേരളത്തിലെ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ള മണ്ഡലത്തിൽ നിന്നും PC ജോർജ് അല്ല, PC തോമസ് ലോക്സഭ MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മറക്കരുത്. മൂവാറ്റുപുഴ മണ്ഡലം ഇന്നില്ല, ലോക്സഭാ സീറ്റ് ഇന്നില്ല. പക്ഷേ അവിടെ ഇടതുമുന്നണിയും പിന്നെ കോൺഗ്രസിനെയും തോൽപ്പിച്ച് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് ജയിച്ചു. അതും 44% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. ഇന്ന് അങ്ങനെ ഒരു മണ്ഡലം ഇല്ല കേരളത്തിൽ. ഇന്നും അങ്ങനെ ഒരു ലോക്സഭാ സീറ്റും ഇല്ല ക്രിസ്ത്യാനികൾക്ക് ഇത്രയും നിർണായക സ്വാധീനമുള്ളത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 20 വർഷത്തിന് മുമ്പ് BJPയുടെ കൂടെ നിന്ന PC തോമസിന് വോട്ട് ചെയ്യാൻ ക്രിസ്ത്യാനികൾ തയ്യാറായി എന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്നാൽ BJPക്ക് വോട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു പ്രഖ്യാപനം തന്നെ ആയിരുന്നു മൂവാറ്റുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷെ അതേസമയം തന്നെ ക്രിസ്ത്യാനികൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങോട്ട് വന്നിട്ട് BJPക്ക് വോട്ട് ചെയ്ത് BJP അധികാരത്തിലേറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അവര് വളരെ സെലക്റ്റീവ് ആയിരിക്കും. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സഭയ്ക്ക് തോന്നുകയാണ് ഈ വ്യക്തികളെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ സ്വാധീനശേഷിയുള്ളിടത്ത്, ഇവിടെയൊക്കെ തന്നെ പിന്നെ BJPക്ക് ജയം എന്ന് പറയുന്ന അസംഭവ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് പേടിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ പലരും വിചാരിച്ച പോലെ കോൺഗ്രസിനേക്കാളും പേടിക്കേണ്ടത് ഇടതുമുന്നണിക്കാണ്. കാരണം പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യാനികൾ ഇടതുവിരുദ്ധരാണ്. ആ ഇടതുവിരുദ്ധരായിട്ടുള്ള ഇപ്പം കേരളത്തിൽ ഈ സോഷ്യൽ കോയലീഷൻ ഉണ്ടാക്കിയിട്ടാണ് എല്ലാ കാലത്തും ഇലക്ഷനുകളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മന്നത്ത് പത്മനാഭൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ നിലപാടായിരുന്നു. തോപ്പിൽ ഭാസിയൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് തോപ്പിൽ ഭാസി നിൽക്കുമ്പോൾ തോപ്പിൽ ഭാസി ജയിക്കുന്നത് NSSന്റെ പിന്തുണയോടെ ആയിരുന്നു എന്നാണ് പിന്നീട് പറഞ്ഞു. പിന്നീട് അവർ തെറ്റുകയായി. കാരണം അന്ന് മന്നം നോക്കിയപ്പോൾ ഇതൊരു ഹിന്ദു പിന്നെ ഭൂരിപക്ഷ പാർട്ടിയാണ് എന്നുള്ള ഒരു നിലപാടിലേക്കും ഒരു തോന്നലിലേക്കും മന്നം എത്തിച്ചേർന്നു. MN ഗോവിന്ദൻ നായരായിരുന്നു അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോടൊരു പ്രതിപത്തി മന്നത്തിനുണ്ടായിരുന്നു. പന്തളംകാരനാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അന്ന് സഹായിച്ചിരുന്നു.
പക്ഷെ പിന്നീട് ഈ സാമൂഹിക പിന്തുണ നഷ്ടപ്പെട്ടപ്പോൾ ഇതേ മന്നത്ത് പത്മനാഭൻ കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് ഇടതുമുന്നണിക്കെതിരെ വലിയ പ്രചരണം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. മുസ്ലിം ലീഗ് നമ്മൾ ഓർക്കേണ്ടത് അന്നത്തെ മുസ്ലിം ലീഗ് ഈ വിമോചന സമരത്തിൽ അവസാനിക്കുന്നതിന് 1 മാസം മുമ്പ് മാത്രമാണ് ഇതിൽ പങ്കുചേർന്നത്. അത് പലർക്കും അതറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും മറന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമൊന്നും മുസ്ലിം ലീഗ് ഈ വിമോചന സമരത്തിൽ ഭാഗവാക്കായിരുന്നില്ല. പിന്നീടാണ് അവസാനം വിമോചന സമരം വിജയിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലീഗ് പിന്നീട് ഈ സഖ്യത്തിലേക്ക് വരികയും അങ്ങനെ 3 സമുദായങ്ങളുടെ ഒരു കോയലീഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ഷൻ വരികയും സർക്കാർ പിന്നീട് വന്ന ഇലക്ഷനിൽ വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. അതൊരു ഘടകം. പക്ഷെ അതിനുശേഷം എപ്പോഴും ഇതുപോലുള്ള സാമൂഹിക സഖ്യങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുകയായിരുന്നു കോൺഗ്രസ്. കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഈ സാമൂഹിക സഖ്യങ്ങൾ ആണ് പാർട്ടിയെ തകർക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം പിണറായി വിജയൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന്, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി ജമാഅത്തെ ഇസ്ലാമി തൊട്ട് PDP, അതുപോലെ തന്നെ AP സുന്നികൾ, പിന്നീട് പോപ്പുലർ ഫ്രണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഘടനകളുമായിട്ട് തന്ത്രപരമായ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ഷനെ നേരിട്ട് അതിൽ നിന്നും ആ തന്ത്രപരമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷനിൽ വിജയം കണ്ടെത്താൻ പറ്റി. അത് പ്രത്യേകിച്ച് ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയാണ് കോൺഗ്രസിനെക്കാളും CPM-ന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്നുള്ളത്. പക്ഷെ അത് ഇപ്പോൾ വീണ്ടും മാറിയിരിക്കുന്നു. ഈ മാറിയ സാഹചര്യങ്ങളിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഈ വരുന്ന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ സഭകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് സഭയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. അപ്പോൾ പൊതുജനത്തിന്റെ ചിന്ത, രാഷ്ട്രീയ കാറ്റ് ദിശ മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ സഭ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കും. കാരണം കേന്ദ്രത്തിലും പിടിയില്ല, കേരളത്തിലും പിടിയില്ല കമ്മ്യൂണിസ്റ്റ്. ഇവിടെ BJP-ക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, അത്യാവശ്യം കേന്ദ്രത്തിൽ അവർക്കൊരു ശക്തമായ സർക്കാർ ഉള്ളത് കാരണം ചില കാര്യങ്ങളിലെങ്കിലും ഇപ്പം ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ കോളേജിന്റെ അക്രഡിറ്റേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നാക്ക്, കോളേജുകളുടെ നാക്ക് എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യം. ഒരു തന്ത്രപരമായ സമീപനം സഭകൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇടതുമുന്നണിക്കായിരിക്കും. ഈ തന്ത്രപരമായ ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ, ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവരുടെ BJP-യുടെ തലപ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. BJP-യുടെ കേരള കാര്യങ്ങൾ നോക്കുന്നത് അനിൽ ആന്റണി അല്ല, അദ്ദേഹത്തിന്റെ പേര് അനൂപ് ആന്റണി. അനിൽ ആന്റണി ബഹുമാനപ്പെട്ട AK ആന്റണിയുടെ മകനാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അനൂപ് ആന്റണിയും ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നു. സാർ, അവരുടെ നീക്കം വളരെ ബുദ്ധിപരം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോ അയ്യപ്പദാസ് ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു മറുപടി പറഞ്ഞാൽ, ഇന്ന് കേരളത്തിലെ BJP-യിലെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ നേതാവ് പുറത്താരും അറിയുന്നില്ല എന്നുള്ളതുള്ള അനൂപ് ആന്റണിയാണ്. തീർച്ചയായിട്ടും. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി സ്വദേശിയാണ് അനൂപ് ആന്റണി. ഈ അനൂപ് ആന്റണി അത്യാവശ്യം ക്വാളിഫൈഡ് ആയ ചെറുപ്പക്കാരനാണ്. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല അനൂപ് ആന്റണി RSSന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ വളർന്നു വന്ന ആളാണ്. P പരമേശ്വരൻ, RSSന്റെ നേതാവായിരുന്ന P പരമേശ്വരനാണ് ഇദ്ദേഹത്തെ കണ്ടെത്തി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഡൽഹിയിലെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ, ഡൽഹിയിൽ RSSന്റെ 2 തിങ്ക് ടാങ്കുകളാണ്, RSSന്റെ നല്ല BJP-യുടെയും RSSന്റെ ഒക്കെ തന്നെ തിങ്ക് ടാങ്കുകളാണ് ഇന്ത്യ ഫൗണ്ടേഷൻ, വിവേകാനന്ദ ഫൗണ്ടേഷൻ. ഇങ്ങനെ 2 തിങ്ക് ടാങ്കുകളുണ്ട്. ഈ തിങ്ക് ടാങ്കുകളിലെ ഇപ്പൊ അജിത് ദോവാല്, അദ്ദേഹത്തിന്റെ മകൻ ശൗര്യ ദോവാല് തുടങ്ങിയിട്ടുള്ള BJP-യുടെ പരമോന്നത അല്ലെങ്കിൽ സംഘത്തിന്റെ പരമോന്നത നേതാക്കന്മാർ വരുന്നിടത്ത് അവിടെ നിന്ന് കളി പഠിച്ച് വളർന്ന ആളാണ് അനൂപ് ആന്റണി. ഈ അനൂപ് ആന്റണിക്ക് സ്വാഭാവികമായിട്ടും വലിയ ശക്തിയുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് RSSന്റെ നേതാവ് നന്ദകുമാറിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് ഈ അനൂപ് ആന്റണി. അനൂപ് ആന്റണി തീർച്ചയായിട്ടും BJP-യുടെ കേരളത്തിലെ നയരൂപീകരണത്തിൽ വലിയ കൃത്യമായ പങ്കുണ്ട്. RSSുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള നേതാവാണ്. പിന്നെ അതുപോലെ ഷോൺ ജോർജ് നിൽക്കുന്നു. ഷോൺ ജോർജിനും വളരെ ഒരു പ്രാധാന്യം BJP കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാരെ അവര് വളർത്തിക്കൊണ്ടുവരുന്ന വെറുതെ അല്ല. പിന്നെ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ മിനിസ്റ്റർക്ക് വേണ്ട പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജോർജ് കുര്യൻ 10-25 വർഷത്തിലധികമായിട്ട് BJPയുടെ ബി ജെ നേതാവായിട്ട് പിക്കൊപ്പം നിൽക്കുന്നതാണ്. നിൽക്കുന്ന, അതെ അതെ. അതെ അതെ, നിശബ്ദനായ ഒരു വ്യക്തിയാണ്. വലിയ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മൾ സുരേഷ് ഗോപിയായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമുക്കറിയാം. വളരെ പാർട്ടി ജെന്റിൽമാനാണ്. ലൈനിലുള്ള തീർച്ചയായിട്ടും പാർട്ടി ജെന്റിൽമാനാണ്. ലൈനിൽ പാർട്ടി തന്നെ ലൈനിൽ ലൈനിൽ തന്നെ പോകുന്ന ആളാണ് ഉറച്ചു സാർ നിന്നാണ്. പറയും പോലെ. കറക്റ്റ്. അതെ 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 അതെ, പാർട്ടി ലൈനിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പോൾ BJP കുറേയധികം വർക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം അവർ നോക്കിയപ്പോൾ ക്രിസ്ത്യാനികൾ, കേരളത്തെ പോലെ തന്നെ ക്രിസ്ത്യാനികളുള്ള ഗോവയിൽ BJPക്ക് ജയിക്കാം. അവിടെ ക്രിസ്ത്യാനികൾ BJPയുടെ കൂടാണ്. അതുപോലെ തന്നെ ഇത്ര വലിയ കലാപങ്ങൾ നടക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും കുക്കി MLA-മാരുണ്ട് BJPക്ക്. കുക്കി സമുദായ, ക്രിസ്ത്യൻ കുക്കികളിൽ നിന്നുള്ള MLA-മാർ മണിപ്പൂരിലുണ്ട് BJPക്ക്. അല്ലെങ്കിൽ നാഗാലാൻഡിലെയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരാണ് നാഗാ ഭീകരന്മാർ. നമ്മൾ ഈ കാശ്മീരി ഭീകരന്മാർ നാഗാ ഭീകരന്റെ അടുത്ത് ഒന്നും അല്ലെന്നാണ് പല പട്ടാളക്കാരും പറയുന്നത്. അതായത് വെടിയുണ്ട തീർന്നാൽ ബയണറ്റുമായിട്ട് മുന്നോട്ട് വരും അവര്. അങ്ങനെയുള്ള ഭീകരന്മാർ, അവരുമായിട്ടും BJPക്ക് തന്ത്രപരമായ പല അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ അതൊരു സഖ്യമാണെന്നോ സുഹൃത്തായെന്നൊന്നും ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷേ ഇരു കൂട്ടരും നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ചില വിട്ടുവീഴ്ചകൾ നടത്തി അവർ തമ്മിൽ ഒരു ബിസിനസ് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രമാണ് ഈ ഡീലിന് വഴങ്ങാതിരുന്നത്. സാർ, അപ്പോൾ നമ്മുടെ സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. അപ്പോൾ സാർ, നമുക്ക് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ അപ്പോൾ ന്യൂനപക്ഷ വോട്ടിൽ എസ്പെഷ്യലി ക്രിസ്ത്യൻ വോട്ട് UDF-ലേക്ക് പോയി. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടുമെന്ന് തന്നെയാണോ താങ്കൾ ധരിക്കുന്നത്? തീർച്ചയായിട്ടും UDF-ന് ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഏതാണ്ട് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് 100% വോട്ട് ചെയ്യുമെന്നല്ല, ഒരു 70% ആണ് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു സമുദായം കൊടുക്കുന്ന ഒരു വോട്ട്. അങ്ങനെ ആ ലെവലിലേക്ക് ഒരു വോട്ടിങ് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകും. ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും തീർച്ചയായിട്ടും UDF-ന് ഒരു നല്ല ശതമാനം വോട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് പോകും. കുറേ വോട്ട് BJPക്ക് പോകും. ഇടതുമുന്നണിക്ക് കനത്ത നഷ്ടമായിരിക്കും എന്നാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഞാൻ എത്തുന്ന നിഗമനം അതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്ഥിതി. വരും ദിവസങ്ങളിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളോ, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള പിന്നെ കത്തോലിക്കരുടെ ഒരു പാർട്ടിയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി, മേഘാലയയിലെ റൂളിംഗ് പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്. അവർ കേരളത്തിൽ BJPയുടെ ഘടകകക്ഷിയാണ്. ജെയിംസ് ആങ്മ എന്ന് പറയുന്ന അതിന്റെ നേതാവ് നിരന്തരം കേരളത്തിൽ വരികയും ബിഷപ്പുമാരെല്ലാം ഇദ്ദേഹത്തിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ ഒരു എന്താണ് പിന്നെ UDF ഒരു ഭാഗത്ത് മുഖ്യമായിട്ട് UDF-നെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പുറത്ത് ഒരു കാല് BJPയുടെ വള്ളത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വെക്കാൻ ക്രിസ്ത്യൻ സഭകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബാലൻസിങ് ആക്ഷൻ നടക്കുമ്പോൾ നഷ്ടം ഇടതുമുന്നണിക്കായിരിക്കും. ഇക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത്. താങ്ക് യു സാർ.